ഗുരുജി അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ സൈലൻസിൽ ഇരിക്കുന്ന കാര്യവും എല്ലാം. ധ്യാനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസിലോട്ട് കൂടുതൽ അറിയുക അല്ലെങ്കിൽ അതിൽ ഇരിക്കുക എന്നൊക്കെയാണല്ലോ. അത് ശരിക്കും എങ്ങനെയാണ് സാധ്യമാവുക? അനുഭവിച്ചിട്ടില്ലേ? ആ ശാന്തി അനുഭവിച്ചിട്ടില്ലേ? അറിയാമല്ലോ, ഇരുന്നിട്ടുണ്ടല്ലോ. ആ പ്രാണന്റെ ചലനം എവിടെ നിന്നുണ്ടാവുന്നോ ആ പ്രാണസംജ്ഞയ്ക്കപ്പുറമായിട്ട് എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ പ്രാണനെ ഹൃദയചക്രത്തിൽ പതിയെ 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 മനസ്സിനെ ഒതുക്കുമ്പോൾ തെളിഞ്ഞു വരും. ഈ മനസ്സ് സത്യത്തെ മറച്ചു വെക്കുന്നു, നാനാവിധമായ രൂപങ്ങളെ ഉണ്ടാക്കുന്നു. ഇതിന്നൊക്കെ പതിയെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാൻ പഠിക്കണം. പതിയെ പഠിച്ച് ആത്മസ്വരൂപമായ അഹം അഹം എന്ന അസ്മിതാബോധത്തിലേക്ക് പതുക്കെ ഇരിക്കണം. ഞാൻ എന്ന ബോധമുണ്ടല്ലോ, അതിൽ നിന്നാണല്ലോ സർവ വികാര വിചാരങ്ങൾ ഉദിക്കുന്നത്. അതിൻ്റെ മേളിലാണല്ലോ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ഭൂതം ഗ്രസിക്കുന്ന അതിനെ, വ്യക്തിഭാവം. അതിനെ പതിയെ ഉപേക്ഷിച്ച് മനസ്സിൻ്റെ ആ തരംഗങ്ങളെ ഒതുക്കി പതിയെ ആ ഭാവത്തിലേക്ക് ഇരിക്കണം. ചുമ്മാതിരിക്കണം. ചിലർക്ക് പ്രാണനെ ശ്രദ്ധിക്കുന്നതായിരിക്കും എളുപ്പം, ചിലർക്ക് മനസ്സിലെ വികാര വിചാരങ്ങളെ ശ്രദ്ധിക്കാനായിരിക്കും എളുപ്പം. പൊതുവെ ലോജിക്കൽ മൈൻഡായിട്ടുള്ളവർക്ക് പ്രാണനെ ശ്രദ്ധിക്കുന്നതൊക്കെ എളുപ്പം. ഭക്തർക്ക് മനസ്സിന്റെ ചലനങ്ങളെ ആയിരിക്കും പൊതുവിൽ എളുപ്പം. ഏതായാലും ഈ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. അന്തിമത്തിൽ ഏതായാലും ചിലർ ആ മനസ്സിന്റെ ശ്രദ്ധിക്കുവാൻ വേണ്ടി മന്ത്രങ്ങളെ ഉപയോഗപ്പെടുത്താറുണ്ട്, ചിലർ ശ്വാസക്രമത്തെ ശ്രദ്ധിക്കാറുണ്ട്. ഏതായാലും പതിയെ അതിനെ ഒന്ന് നോക്കുക. എൻ്റെ ഉള്ളിൽ ഞാനായിരിക്കുന്ന എന്നെ ഒന്ന് പതുക്കെ നോക്കുക. പ്രസന്നമായിരിക്കുക. വിചാരങ്ങൾ വന്നോ പോയോ ഇരിക്കട്ടെ, പ്രാണൻ മേലോ കീഴോ ഒക്കെ ചലിക്കട്ടെ, പതുക്കെ എന്നെ സെറ്റിലാക്കുക. ആജ്ഞയിൽ നിന്നും വിശുദ്ധിയിലേക്കും, വിശുദ്ധിയിൽ നിന്ന് അനാഹതത്തിലേക്കും, അനാഹതത്തിൽ നിന്ന് പതിയെ മണിപുരത്തിലേക്കും, സ്വാധിഷ്ഠാനത്തിലേക്കും, മൂലാധാരത്തിലേക്ക് ആദരിക്കുക. എല്ലാത്തിൻ്റെയും മൂലം ആധാരം ആ സ്ഥാനത്തോടെ പോയിരിക്കുക. ആ സുഷുപ്തിയുടെ അനുഭൂതി ഉണ്ടാകും. പക്ഷെ ഉണർന്ന അനുഭവം പതുക്കെ അതിലേക്ക് ലയിച്ച് ചേരുമ്പോൾ ബാക്കി എല്ലാ പ്രതിക്ഷോഭം, ഇന്ദ്രിയങ്ങളൊക്കെ ഉപശമിക്കും. അതായത് പ്രത്യാഹാരം. മനസ്സ് പതിയെ അകത്തേക്ക് ഒതുങ്ങി അശാന്തഭാവം. വികല്പങ്ങളൊക്കെ പതുക്കെ ഇല്ലാണ്ടാവും. പതിയെ സുഖകരമായ ആനന്ദത്തെ, ആ ശാന്തിയെ, ആ പ്രേമത്തെ അനുഭവിച്ചു തുടങ്ങും. അവിടെ അങ്ങോട്ടിരിക്കുക. ഇവിടം വരെയൊക്കെ അഭ്യാസം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മുടെ കയ്യിലല്ല. അത് കൃപയാ. ആ ശാന്തിയിലെത്തുന്ന ശീലിക്കുക. ഇതാണ് ധ്യാനത്തിൻ്റെ അഭ്യാസം. പതിയെ അതിലിരുന്നാൽ ആനന്ദ, ആ പ്രേമ, ആ ശാന്തസ്വരൂപത്തെ പ്രണയിച്ച്, ആ ശിവഭാവത്തെ പ്രണയിച്ച് അവൻ്റെ പ്രണയിനിയായി പതിയെ അവനലിഞ്ഞ് അവനായിത്തീരുന്ന അനുഭൂതി തന്നെ തന്ത്രത്തിലെ ധ്യാനാനുഭൂതി. ശാന്തം, ശിവം, സുന്ദരം, സത്യം, ശിവം, സുന്ദരം, ആനന്ദം, പ്രേമം, അഥാ ശാന്തി. ഇത് തന്നെ ധ്യാനാനുഭൂതി.